ഹലോ, ഇലാഹിൽ അലിയാം ഗ്രൂപ്പിലെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഹസ്ബുനല്ലാ. നമുക്കിന്ന് മലക്കുകളെ പറ്റി പഠിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം 10 മലക്കുകളും അവരുടെ പേരും അവരുടെ പ്രവൃത്തിയും. കൂടാതെ കോടാനുകോടി മലക്കുകളുണ്ട് എന്നും അറിയാം. ഒരു ക്ലാസ് കൊണ്ടൊന്നും എവിടെയും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് വിഷയം. നമുക്ക് ഘട്ടം ഘട്ടമായി പഠിക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മനുഷ്യരാണോ ശ്രേഷ്ഠർ, മലക്കുകളാണോ ശ്രേഷ്ഠർ? ഒരു വിഭാഗം പണ്ഡിതന്മാർ മലക്കുകളാണെന്ന് പറയുന്നു. മലാഖമാർ എന്നും ഇബാദത്തിലും സുജൂദിലൊക്കെയാണല്ലോ, ഒരു തെറ്റും ചെയ്യാത്തവരും. നമ്മൾ അങ്ങനെയല്ലല്ലോ. എന്നാൽ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുന്നത് മലക്കുകളാണ്. എന്നാൽ ഒരു വിഭാഗം മഹാന്മാർ പറയുന്നു, ആദം നബിയുടെ മക്കൾ അവരാണ് ശ്രേഷ്ഠർ. അതായത് മനുഷ്യനെ ആദം നബിക്ക് മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യിച്ചില്ലേ? പിന്നെ ഖുർആൻ പാരായണം മലക്കുകൾക്കില്ല, മനുഷ്യർക്ക് മാത്രം. ചീത്ത മനുഷ്യരെ പറ്റിയല്ലേ പറയുന്നത്. ദുനിയാവിൽ ഒരു പക്ഷേ മലക്കുകളായിരിക്കാം ശ്രേഷ്ഠർ. എന്നാൽ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യരായിരിക്കാം ശ്രേഷ്ഠർ. എന്തായാലും അല്ലാഹു അലം, അള്ളാഹു മാത്രമേ അറിയൂ. നാളെ സ്വർഗലോകത്ത് എത്തിച്ചേരുവാനും നമ്മൾ ശ്രേഷ്ഠരായി മാറുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ പഠിച്ച 2 മലക്കുകളാണ് റഖീബ്, അത്തീദ്. റഖീബ് നന്മ എഴുതുന്ന മലക്കും അത്തീദ് തിന്മ എഴുതുന്ന മലക്കും. ഇതാണ് നമുക്കറിയാവുന്നത്. എന്നാൽ റഖീബ് ഒരു മലക്കല്ല, ആയിരക്കണക്കിന് മലക്കുകളാണ്. അത്തീദ് ഒറ്റ മലക്കും. റഖീബ് നന്മ എഴുതുന്ന മലക്കുകൾ നമ്മുടെ നിസ്കാരം എഴുതാൻ ഒരു മലക്ക്, നോമ്പ് എഴുതപ്പെടാൻ ഒരു മലക്ക്, സക്കാത്തും സദക്ക എഴുതാൻ ഒരു മലക്ക്, ഖുർആൻ പാരായണത്തിൻ്റെ നന്മകൾ എഴുതാൻ ഒരു മലക്ക്. അങ്ങനെ ഓരോ നന്മകളും എഴുതാൻ ഓരോ മലക്കുകളാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ നന്മകൾ എഴുതാൻ ഒരു കൂട്ടം മലക്കുകളെ അല്ലാഹു തആല പ്രത്യേകമായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഹഫളത്ത്, നമ്മളെ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന മലക്കാണ്. ഇന്ന അലൈക്കും ഹാഫിലീൻ, പരിശുദ്ധ ഖുർആൻ, ഹാഫിലീങ്ങളായ മലക്കുകൾ. പലപ്പോഴും നമ്മുടെ ധാരണ നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലിയാൽ നമ്മുടെ കൂടെ ഒരു മലക്കുണ്ട്. അവരാണ് ഹാഫിലത്തുകൾ. ശേഷം 2ാം ഭാഗം പറയാം. ഞാനൊരു ക്വസ്റ്റ്യൻ ഇടാം, ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ മാസം ലാസ്റ്റ് നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തും. ഏത് ജില്ലയായാലും സമ്മാനം അവിടെ എത്തിക്കും ഇൻഷാ അല്ലാഹ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോയും കിട്ടുകയും ചോദ്യം കാണുകയും ചെയ്യണം. ഈ മാസം ലാസ്റ്റ്, ഏപ്രിൽ ലാസ്റ്റ് എല്ലാ ഉത്തരവും അയക്കുന്ന, എത്ര ക്വസ്റ്റ്യനാണുള്ളത് ആ ക്വസ്റ്റ്യൻ്റെ എല്ലാ ഉത്തരം അയക്കുന്നവരെ നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തും. ഫസ്റ്റും സെക്കൻഡിനും പ്രൈസുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ആമീൻ. നരകം ഹറാമാക്കുകയും സ്വർഗ്ഗാവകാശികളാക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ചോദ്യം, നമ്മളെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന മലക്കിൻ്റെ പേരെന്ത്?